ഇവൾ എന്റെ അനിയന്റെ പെണ്ണാ. എന്റെ അനിയൻ താലി കെട്ടിയ പെണ്ണ്. താലി അഴിച്ചത് അവനാണെങ്കിൽ അത് കെട്ടാനും അവനറിയാം. പിടിച്ചു മാറ്റടാ ഇവളെ. നിന്നെ ഇവിടെ ഞാനും പ്രതീക്ഷിച്ചതേയില്ല. എന്തായാലും ഒരു സർപ്രൈസ് ആയി. എല്ലാവരും പൊക്കോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ച് അകത്തിട്ട് ഞാൻ. ഓടി കുന്തമിഴങ്ങി നിൽക്കാതെ ഓ. എന്താ ജഗൻ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇവന്റെ ഫോട്ടോയും വാർത്തയും ഇങ്ങനെ പ്രചരിക്കുമ്പോ പൊതുപ്രവർത്തകനായ ജഗൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടുണ്ടോ? പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടോ. മേഡം IPS കാരിയെ കാണുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജഗനിപ്പോ എന്താ വിളിച്ചേ? മേഡം ജഗൻ, ജഗൻ എന്നെ പഴയതുപോലെ വൈകാന്ന് വിളിച്ചാ മതി. ഏയ് അതൊന്നും ശരിയാവില്ല. ഞാൻ ഓരോരോ വിഷയങ്ങളിൽ ഇടപെട്ട് ഇടയ്ക്കൊക്കെ സ്റ്റേഷനിൽ വരുന്നതാ. നാളെ ജഗനപ്പോ ഒരു MLA മന്ത്രിയോ ഒക്കെ ആവുമ്പോ ഞാനും സാറേന്ന് വിളിക്കേണ്ടി വരുമല്ലോ. അതപ്പോഴല്ലേ, അപ്പൊ നോക്കാം. അല്ല, ഇവിടെ എന്തും ജോയിൻ ചെയ്തു? ഞാൻ ഈ സിറ്റിയിലല്ല. ഇടയ്ക്കൊരു കോടീശ്വരൻ മരിച്ചില്ലേ വണ്ടി ആക്സിഡന്റില്? അയാളുടെ മരണം ഒരു ആകസ്മിക മരണം ആയിരുന്നോ എന്ന് ഒരു പുനരന്വേഷണം. അന്വേഷണ ചുമതല എനിക്കാ. അല്ല, അതാരാ റോഡ് ആക്സിഡന്റിൽ മരണപ്പെട്ട കോടീശ്വരൻ? അത് വൺ സെക്കൻഡ് സർ. ഞാൻ ഇന്ന് കേസ് ഫയൽ പഠിക്കും സർ. മണിക്കൂറുകൾക്കകം അന്വേഷണം തുടങ്ങി വെക്കും. ഞാൻ കാര്യങ്ങളൊക്കെ അപ്പ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സർ. SP ആയിരുന്നു. അപ്പോ ജഗൻ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, നമുക്ക് കാണാം. ഓക്കെ. പിന്നെ ഞാൻ ഏത് കേസ് അന്വേഷണം തുടങ്ങുന്നതിന് മുന്നേയും ദൈവങ്ങളുടെ അനുമതി വാങ്ങാറുണ്ട്. അതാണല്ലോ ഒരു സൂപ്പർ പവർ. അമ്പലത്തിൽ നടന്ന കാര്യങ്ങൾ വല്ലതും ഇവൻ അറിഞ്ഞു കാണൂ? ലക്ഷണം കണ്ടിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ചേച്ചി ഇതോടെ പോയിരുന്നു? എന്നോടാണോ ചോദിച്ചേ? അതെ, ഞാനന്ന് അമ്പലത്തിൽ വരെ പോയിരുന്നു. കരുണാകരനും സുമലതയൊന്നും അറിഞ്ഞിട്ടില്ല. എന്താണെന്നറിയില്ല, വല്ലാത്ത ദാഹം. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട. അച്ഛാ, അച്ഛൻ അറിഞ്ഞോ അച്ഛന്റെ പുന്നാര് പെങ്ങൾ ക്ഷേത്രത്തിൽ കാണിച്ചു കൂടിയതൊക്കെ? എന്തോ കാണിച്ചു കൂട്ടിയിരുന്നു? ഇന്ന് ക്ഷേത്രത്തിൽ നടന്നത് മുഴുവൻ അപ്പച്ചിയുടെ വീരസാഹസിക കൃത്യങ്ങളായിരുന്നു. വീരസാഹസിക കൃത്യങ്ങളോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? മനുഷ്യനെ മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറ. അമ്മേ, നിന്റെ മോനെ വട്ട് പിടിച്ചു കാണും. വീരസാഹസിക കൃത്യങ്ങൾ കാണിക്കാൻ ഞാൻ ആരാ? പുത്തൂരം വീട്ടിൽ ഉണ്ണേർച്ചയോ? അയ്യോ പാവം,
ഒന്നും അറിയാത്ത ഒരു പഞ്ചപാവം. അച്ഛാ, 2 ദിവസം മുമ്പ് ഹരിതയെ പെണ്ണ് കാണാൻ ഇവിടെ വന്ന ഭാനുമതി എന്ന സ്ത്രീയെയും അവരുടെ ബന്ധുക്കളെയും ഓർമ്മയില്ലേ? ആ കല്യാണമൊക്കെ എല്ലാരും ചേർന്ന് മുടക്കി വിട്ടതല്ലേ? പിന്നെന്തിനാ അപ്പച്ചി ഇന്നവരെ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തിയത്? അച്ഛാ, ഈ അപ്പച്ചി ഇന്ന് ആ ഭാനുമതി ബന്ധുക്കളെയും ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി. എന്തിന്? എന്നിട്ട് ആ ഭാനുമതിയുടെ മകൻ നരേന്ദ്രനെ കൊണ്ട് ഹരിതയുടെ കഴുത്തിൽ ബലം പ്രയോഗിച്ച് താലി കെട്ടിക്കാൻ നോക്കി. അതിന് ക്ഷേത്രത്തിൽ ഹരിത എങ്ങനെയാടാ വന്നത്? ആ അങ്ങനെ ചോദിക്ക്. എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് തന്ത്രപൂർവ്വം ഹരിതയെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തിയത് വിദ്യേട്ടത്തിയാ. ജഗ, ആവശ്യമില്ലാത്തത് പറയരുത്. ആ, എത്തിയോ?